SSC പരീക്ഷയിൽ പുതുതായിട്ട് വരുന്ന അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് ഇനി നടക്കാൻ പോകുന്ന പരീക്ഷയിലെല്ലാം ഇത് ആപ്ലിക്കബിൾ ആയിരിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഒരുപാട് ലെങ്ത് ആണ് ഈ വന്നിട്ടുള്ള നോട്ടീസ് എന്ന് പറയുന്നത്. നമുക്ക് ഷോർട്ടായിട്ട് ഇതിൻ്റെ കീ പോയിന്റ്സ് മാത്രം നോക്കി നമുക്ക് പോകാവുന്നതാണ്. നോട്ടീസ് ഇവിടെ കാണാൻ സാധിക്കും. ഇത് വന്ന പാട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു റീൽ ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ ഡെപ്തിൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആദ്യം തന്നെ ഇതിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മാർക്കിംഗ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം, ഇപ്പോൾ ഒരു ചോദ്യം വന്നു, ആ ഒരു ചോദ്യം മൊത്തത്തിൽ തെറ്റാണ്, അല്ലെ ഓപ്ഷൻ കൊടുത്തത് മൊത്തത്തിൽ തെറ്റാണ്, അല്ലെങ്കിൽ ഓപ്ഷനും ഇതുമായിട്ട് ഒരു മാച്ചും ഇല്ല, ഏതൊരു രീതിയിലും ആ ചോദ്യം മൊത്തമായിട്ട് മിസ്റ്റേക്ക് വന്നുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു ഡെപ്ത് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്, മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി എന്ത് ചെയ്തു, അത് ആൻസർ ചെയ്തു, മറ്റൊരു ഉദ്യോഗാർത്ഥി ആൻസർ ചെയ്യാതെ പോയി. അപ്പോൾ പരീക്ഷ എഴുതാൻ പോയിട്ടുണ്ടോ, ആ ചോദ്യം തെറ്റാണെന്ന് SSCക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അതെങ്ങനെ മനസ്സിലാവുന്നൊക്കെയുള്ള മുമ്പോട്ട് പറയാം, മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ മാർക്ക് 1 മാർക്കോ 2 മാർക്കോ ചിലതിന് 3 മാർക്ക് ഉണ്ടാവും, 3 മാർക്കോ അത് നമുക്ക് ലഭിക്കപ്പെടും. ആ ഒരു എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ലഭിക്കപ്പെടും. അതുപോലെ തന്നെ എ ക്വസ്റ്റ്യൻ ഹാസ് മോർ ദൻ 1 കറക്റ്റ് ഓപ്ഷൻ. അതായത് ഒരു ചോദ്യം ഇപ്പം വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ ലിസണിങ് നല്ലൊരു എക്സാമ്പിൾ ആണ്. അതുപോലെ മാത്സ് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. GK ഒന്നും ഒരേ ചോദ്യത്തിന് ഒന്നിൽ കൂടുതൽ ആൻസർ വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ എന്തായാലും ഒരു ചോദ്യം ഇപ്പം വരുന്നു, ആ ചോദ്യത്തിൻ്റെ ശരി ഉത്തരമായിട്ട് വന്നിട്ടുള്ളത് എയും അതുപോലെ തന്നെ സിയും ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എ ആൻസർ ചെയ്തൊരു വ്യക്തിയുണ്ട്, ബി ആൻസർ ചെയ്തൊരു വ്യക്തിയുണ്ട്, പിന്നെ ഡിയും അതുപോലെ തന്നെ ബിയും പെൻഡിങ് ആണ്, അതും ചെയ്ത ഉദ്യോഗാർത്ഥികളുണ്ട്. ഇവിടെ എ ചെയ്ത ഉദ്യോഗാർത്ഥിക്ക് മാർക്ക് ലഭിക്കും, സി ചെയ്ത ഉദ്യോഗാർത്ഥിക്ക് മാർക്ക് ലഭിക്കും. ബിയും ഡിയും തെറ്റായിട്ടുള്ള ആൻസർ ചെയ്തവർക്ക് എന്ത് ചെയ്തില്ല, മാർക്ക് ലഭിക്കില്ല. കാരണം ശരി ഉത്തരം അവർ ഏതോ രീതിയിൽ എത്തിച്ചേർന്നു. അപ്പോൾ അതിനെന്ത് ചെയ്യും, എന്തായാലും മാർക്ക് ലഭിക്കുന്നതാണ് പറഞ്ഞത്. തെറ്റായിട്ടുള്ളത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് ലഭിക്കത്തുമില്ല. ഇപ്പം 3 ശരിയാണെന്നുണ്ടെങ്കിൽ ആ 3 ഏത് ചെയ്താലും എന്തായിരിക്കും, മാർക്ക് ലഭിക്കും. അങ്ങനെ 3 ഒന്നും വരില്ല, കൂടിപ്പോയി 1 2 വരുന്നത് കണ്ടിട്ടുള്ളൂ. നമുക്ക് പ്രവചിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഔട്ട് ഓഫ് സിലബസിൻ്റെ കേസാണ്. ഇപ്പോൾ ഒരു ചോദ്യം വരികയാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് സിലബസ് ഉണ്ടാവും, ഒഫീഷ്യൽ സിലബസ് ഉണ്ടാവും. ആ സിലബസിൻ്റെ പുറത്തുനിന്ന് നമുക്കൊരു ചോദ്യം വന്നു. അത് ഉദ്യോഗാർത്ഥി എന്ത് ചെയ്യുന്നുണ്ട്, ഓൾ കാൻഡിഡേറ്റ് ഇപ്പോൾ മാർക്ക് കൊടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഉദ്യോഗാർത്ഥി എന്ത് ചെയ്യുന്നു, ഈ ചോദ്യം അറ്റൻഡ് ചെയ്തു, മറ്റൊരു ഉദ്യോഗാർത്ഥി അറ്റൻഡ് ചെയ്തിട്ടില്ല. ഈ ഉദ്യോഗാർത്ഥിക്ക് അത് അറിഞ്ഞാലും ഇല്ലെങ്കിലും തെറ്റിച്ചാലും ഇല്ലെങ്കിലും ഔട്ട് ഓഫ് സിലബസ് ആണോ, നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്താലും ഇല്ലെങ്കിലും മാർക്ക് ലഭിക്കും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്യാൻസൽ ചെയ്ത് കളയും. ഇപ്പം പറഞ്ഞ എല്ലാ രീതിയിലാണെങ്കിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യും. നേരത്തെ പറഞ്ഞ ആ ഒരു ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ വരുന്നതാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാതെ ബാക്കി 2 നേരത്തെ പറഞ്ഞ് ക്യാൻസൽ ചെയ്ത് കളയും. പക്ഷേ 100 മാർക്കിലാണ് പരീക്ഷ നടക്കുന്നുണ്ട്, മാർക്ക് 100 തന്നെയായിരിക്കും. കാരണം ഇതിൻ്റെ 2നും മാർക്ക് നൽകപ്പെടും, മാർക്ക് എവിടെയും പോകുന്നില്ല, മാർക്ക് ഉണ്ടാവും, 100 തന്നെയായിരിക്കും മാർക്ക്. ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് കളയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനും മാർക്ക് ലഭിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്, നമുക്ക് സാധാരണ നമ്മുടെ SSCൻ്റെ പരീക്ഷ ഹിന്ദിയിലും ഇംഗ്ലീഷിലായിരുന്നു എഴുതാനുള്ള സൗകര്യം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരുപാട് റീജിയണൽ ലാംഗ്വേജിലും പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ തമിഴ്, അതുപോലെ തന്നെ മലയാളം, കന്നഡ, അതുപോലെ പഞ്ചാബി, അങ്ങനെ ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിലൊരു ചോദ്യം വന്നു, അത് ഹിന്ദിയിലും വന്നിട്ടുണ്ടാകും. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഇത് ശരിയാണ്, ഇംഗ്ലീഷിൽ ശരിയായിട്ടാണ് അത് വന്നിട്ടുള്ളത്. മലയാളത്തിലേക്ക് ഒരു ഉദ്യോഗാർത്ഥി, ഇപ്പം കേരളത്തിൽ തന്നെയുള്ള 2 എയും അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥിനെ എടുക്കാം. എ എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥി ഇംഗ്ലീഷിലാണ് ചെയ്യുന്നത്, ഇംഗ്ലീഷ് ഭാഷയിലാണ് ചോദ്യം ചെയ്യുന്നത്. ബി എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥി ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് മലയാളം എന്ന് പറയുന്നതാണ്, മലയാളം. ഈ ഉദ്യോഗാർത്ഥിക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് മലയാളത്തിലേക്കും 2 രീതിയിലും ട്രാൻസ്ലേറ്റ് ചെയ്യാം. പക്ഷെ അതിവിടെ മാറ്റർ ആവുന്നില്ല. ഒരു ചോദ്യം വന്ന സമയത്ത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആകാശത്ത് നക്ഷത്രം എന്നുള്ളത്, ആഘോഷത്ത് നക്ഷത്രം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അത് ആകാശമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ അവിടെ ഇത് ആപ്ലിക്കബിൾ ആവില്ല. നമുക്ക് ഒട്ടും മനസ്സിലാകാത്ത രീതിയിൽ അക്ഷരത്തെറ്റൊക്കെ വന്നിട്ട് ഒരു സംഭവം സെൻറ്റൻസ് നമുക്ക് മലയാളത്തിൽ വരികയാണ്. അപ്പോൾ ഈ ഇംഗ്ലീഷിലെടുത്ത അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജിലെടുത്തവർക്കൊന്നും അതിന് മാർക്ക് കിട്ടില്ല. മലയാളം എന്ന് പറയുന്ന ഇത് ഭാഷ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും, മാർക്ക് നൽകപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു കേസും കൂടി ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. അത് ഏതിലാണ്, തമിഴിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള ഭാഷയിലാണെങ്കിലും മറ്റേത് പ്രാദേശിക ഭാഷയിൽ എഴുതുന്നുണ്ടെങ്കിലും അതിൽ എഴുത്തിൽ എന്തെങ്കിലും തെറ്റോ പിശകൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അക്ഷരത്തെറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് മാർക്ക് നൽകപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അത് ഇംഗ്ലീഷ് ഭാഷ എടുത്തവർക്ക് അത് ശരിയാവുകയും മലയാളത്തിലല്ലേ മറ്റുള്ള റീജിയണൽ ലാംഗ്വേജിൽ എടുത്തവർക്ക് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് നൽകപ്പെടത്തുള്ളൂ. ഇനി ഇതെങ്ങനെ ലഭിക്കാമെന്ന് വെച്ചാൽ നമുക്ക് ആൻസർ കീ വരുമ്പോൾ നമുക്ക് ഒബ്ജക്ഷൻ റേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞതുകൊണ്ടൊന്നും SSC ഇത് ചെയ്യില്ല. അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് ഉദ്യോഗാർത്ഥികൾ ഉന്നയിച്ച് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അതിനുള്ള മാർക്ക് കൊടുക്കുകയും. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അനാവശ്യമായിട്ട് ഇങ്ങനെ മാർക്കിന് വേണ്ടി മാത്രം ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യത്തില്ല എന്നും കൂടി ശ്രദ്ധിക്കുക. കാരണം അവർ വാല്യുവേറ്റ് ചെയ്തിട്ട് ശരിയാണ്, നമുക്ക് പൈസ നഷ്ടപ്പെടും. നമ്മൾ ഒബ്ജക്ഷൻ റേസ് ചെയ്യുന്ന നമ്മൾ പൈസ അടക്കണം. അപ്പോൾ അവർ വാല്യുവേറ്റ് ചെയ്തിട്ട് അതിൽ കാര്യമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിയാണ് ഇത് റേസ് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ അവർ പറഞ്ഞ് ശരിയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിനുള്ള ബെനിഫിറ്റ് SSC നൽകുന്നതായിരിക്കും. അതായത് ആ ചോദ്യം തെറ്റാണെന്ന് മനസ്സിലാകുകയും ബാക്കിയുള്ള കുട്ടികൾക്കും അതേ മാർക്ക് നൽകുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിക്കാം. ഫൈനൽ ആൻസർ കീയിലൂടെ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇത്രയധികം കാര്യങ്ങളാണ് ഈ പുതിയ വന്നിട്ടുള്ള
വന്നിട്ടുള്ള അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരുപാടധികം അപ്ഡേറ്റ് ഇതിൽ എനിക്ക് നല്ലതായിട്ട് തോന്നി. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. ഈ ഒരു നോട്ടീസ് SSCൻ്റെ സൈറ്റിലുണ്ട്, അവിടെ നിന്ന് ചെക്ക് ചെയ്യാവുന്നതുമാണ്.